നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഓൺ എ ഗ്രൗണ്ട് 5 cars ആർ പാർക്കിംഗ് ഇൻ എ റോ. അപ്പോൾ ഒരു ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഗ്രൗണ്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് 5 കാറുകൾ പാർക്ക് ചെയ്തിരിക്കുന്നു പറയുന്നു. ആൾട്ടോ, അതുപോലെ തന്നെ സ്വിഫ്റ്റ്, വാഗനർ, നമ്മുടെ ക്രിസ്റ്റ, അതുപോലെ തന്നെ ഹുണ്ടായി, ഈ കാറുകളാണ് അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. ആൾട്ടോ ഈസ് ടു ദ റൈറ്റ് ഓഫ് സ്വിഫ്റ്റ്. സ്വിഫ്റ്റിൻ്റെ വലതുവശത്തായിട്ട് ആരെ പാർക്ക് ചെയ്തിരിക്കുന്നു? ആൾട്ടോയെ പാർക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനെ പറയാം, ഇതാണ് നമ്മുടെ സ്വിഫ്റ്റ് എന്ന് മനസ്സിലാക്കിയോളൂ. ഇത് നമ്മുടെ സ്വിഫ്റ്റ്. ഓക്കെ, സ്വിഫ്റ്റിൻ്റെ വലതുവശം. അപ്പോൾ റൈറ്റ് സൈഡ് ഇങ്ങോട്ടാണെന്ന് പറയാമേ. അങ്ങോട്ട് നോക്കി നിൽക്കുന്നതുകൊണ്ട് റൈറ്റ് സൈഡ് ഇങ്ങോട്ടാണെന്ന് പറയാം. ഓക്കെ, റൈറ്റ് സൈഡിൽ ആര്? ആൾട്ടോയെ പാർക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ അത് ഇവിടെയാണ് ആരെ പാർക്ക് ചെയ്തിരിക്കുന്നത്? ആൾട്ടോയെ പാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. ആൾട്ടോയെ പാർക്ക് ചെയ്തിരിക്കുന്നു. ഓക്കെ, ടു ദ എന്താണ് റൈറ്റ് ഓഫ് സ്വിഫ്റ്റ്, എന്താണ് സ്വിഫ്റ്റിൻ്റെ റൈറ്റ് വശത്തായിട്ട് വലതുവശത്തായിട്ട് ആൾട്ടോയെ പാർക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. ഇനി ആൻഡ് വാഗനർ ഈസ് ടു ദ ലെഫ്റ്റ് ഓഫ് ക്രിസ്റ്റ. അതായത് ക്രിസ്റ്റയുടെ ഇടത് ഭാഗത്തായിട്ട് വാഗനർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഇല്ലാത്തതുകൊണ്ട് അതിനെ പിന്നീട് പറയാം. ഈ വാഗനറിൻ്റെ കേസ് നമുക്ക് പിന്നീട് പറയാം. ഓക്കെ, ഇനി ആൻഡ് റൈറ്റ് ഓഫ് ഓൾട്ടോ, അതായത് ഓൾട്ടോയുടെ റൈറ്റും, അപ്പോൾ നോക്കൂ ഇപ്പോൾ കിട്ടി, ഓൾട്ടോയുടെ റൈറ്റും അതുപോലെ തന്നെ ക്രിസ്റ്റയുടെ ലെഫ്റ്റുമാണ് ആര്? വാഗനർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓൾട്ടോയുടെ റൈറ്റ് ഇതാണ്. ഇപ്പോൾ ഇവിടെയാണ് വാഗനർ വന്നിരിക്കുന്നത്. വാഗനറിൻ്റെ എന്താണ് പറയുന്നു? വാഗനറിൻ്റെ എന്താണ് ലെഫ്റ്റ് സൈഡിലാണ്. നോക്കൂ, വാഗനർ നോക്കൂ, ലെഫ്റ്റ്, അതായത് ക്രിസ്റ്റയുടെ ലെഫ്റ്റ് സൈഡ് വാഗനർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഉള്ളത് ആരാണ്? ക്രിസ്റ്റയാണ്. ക്രിസ്റ്റ. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? സ്വിഫ്റ്റിൻ്റെ റൈറ്റ് സൈഡിൽ ഓൾട്ടോയുടെ റൈറ്റ് സൈഡിൽ വാഗനർ, ക്രിസ്റ്റയുടെ ലെഫ്റ്റ് സൈഡിൽ വാഗനർ. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി എന്താണ്? ആൻഡ് സ്വിഫ്റ്റ് ഈസ് ടു ദ റൈറ്റ് ഓഫ് ഹുണ്ടായി. ഹുണ്ടായിയുടെ റൈറ്റ് ആണ്. ഹുണ്ടായിയുടെ റൈറ്റ് ആരുണ്ട്? സ്വിഫ്റ്റ് ഉണ്ട് എന്ന് പറയുന്നു. ഇനി എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ? നോക്കൂ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിച്ച് ഓഫ് ദ കാർ ഈസ് ദ മിഡിൽ ഭാഗത്തുള്ള കാർ ഏതാണ് എന്നുള്ളതാണ്. മിഡിൽ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യണ്ട? ആൾട്ടോ അല്ലേ? വളരെ വളരെ സിമ്പിളായിട്ട് വളരെ സാധാരണക്കാരൻ്റെ ഒരു കാറായിട്ടുള്ള ആൾട്ടോ തന്നെയാണ് ഇവിടെ റൈറ്റ് മിഡിൽ പൊസിഷനിലുള്ളത് ആൾട്ടോയാണ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് അവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൾട്ടോ തന്നെയാണ്, ഓപ്ഷൻ ബി തന്നെയാണ് അവിടുത്തെ റൈറ്റ് ആൻസർ. ഓക്കെ.